ഒരു അച്ഛനും അമ്മയ്ക്കും ഇതുപോലൊരു ഗതി ഉണ്ടാകരുത്. ഒരു മക്കളും ഒരച്ഛനോടും അമ്മയോടും ഇങ്ങനെ ചെയ്യുകയും ചെയ്യരുത്. കിഴക്കേടത്തെ മാധവന്നാർക്കും ഭാനുമതിക്കും ഉണ്ടായ ഈ ദുർവിധിയോർത്ത് ഇന്ന് നാട് പ്രയാസപ്പെടുകയാണ്. മാധവൻ നായരും ഭാനുമതിയും വളരെ കഷ്ടപ്പെട്ടാണ് മക്കളെ 3 പേരെയും വളർത്തിയത്. അവർക്ക് സ്വന്തമായിട്ട് ഒരു 5 സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. അതിനകത്തൊരു കുഞ്ഞു വീടുമാണ് അവർക്കുണ്ടായിരുന്നത്. എന്നാൽ കൃഷിപ്പണികളും മറ്റുള്ളവൻ്റെ വീട്ടിൽ പോയി കൂലിപ്പണികളൊക്കെ ചെയ്താണ് ഇവർ മക്കളെ വളർത്തിയതും കാര്യങ്ങൾ നടത്തിയതും. മക്കളെ നല്ലപോലെ പഠിപ്പിക്കണമെന്ന് ഇവർക്ക് വളരെ ആഗ്രഹമായിരുന്നു. എന്നാൽ മൂത്ത 2 പെൺമക്കളാണ്. പെൺമക്കൾ വിവാഹപ്രായമായപ്പോൾ അവർക്ക് ചേർന്ന 2 വിവാഹങ്ങൾ വന്നു. ആ 2 പേരുടെയും വിവാഹം നടത്തിക്കൊടുത്തു. അവർ നല്ല സുഖമായിട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ ഇളയ മകൻ വിഷ്ണു, അവനെ നല്ല രീതിയിൽ പഠിപ്പിച്ച് അവനെ നല്ലൊരു ഉദ്യോഗമാക്കി അവനെ നല്ല രീതിയിൽ ആക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹമായിരുന്നു ഈ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മകനെ പഠിപ്പിച്ചത്. പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇലക്ട്രീഷ്യൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു. BA പഠിച്ചു. അതിന് ഇലക്ട്രീഷ്യൻ്റെ പഠിത്തം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോൾ മകനെ ഒരു ജോലിക്ക് വേണ്ടി ഈ മാധവൻ നായർ പലയിടത്തും മുട്ടി. എന്നാൽ ജോലിയൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൾഫിൽ പോകാൻ വേണ്ടി ഈ മകൻ വിഷ്ണുവിന് ഒരു ചാൻസ് വരുന്നത്. അപ്പോൾ ചാൻസ് വന്നപ്പോൾ അതിന് പൈസ വേണം. അപ്പോൾ മാധവൻ നായർ ആരോടൊക്കെയോ കടം വാങ്ങിച്ച് മകനെ ഗൾഫിലേക്ക് വിടുകയായിരുന്നു. ഗൾഫിൽ ചെന്ന് കഴിഞ്ഞ് മകന് നല്ല ജോലിയൊക്കെ ആയി. കുറച്ച് നാളുകളിങ്ങനെ കഴിഞ്ഞു. അതിനിടയ്ക്ക് വിഷ്ണുവിന് ഒരു വിവാഹാലോചന വന്നു. വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെയും തീരുമാനിച്ചു. വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞ് അവർക്ക് 2 കുട്ടികളുമായി. വീണ്ടും വിഷ്ണു നാട്ടിൽ വരികയും പോവുകയും ചെയ്തു. അതിനിടയ്ക്ക് അല്പം വേറെ സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു നല്ല വീടൊക്കെ വെച്ചു. അപ്പോൾ ഈ വീട് വെച്ചത് വിഷ്ണു ജോലി ചെയ്തുണ്ടാക്കിയ കാശ് കൊണ്ടാണ്. അപ്പോൾ ആ വീട് വാങ്ങിച്ചതും ആ സ്ഥലം വാങ്ങിച്ചതും വീട് വെച്ചതും എല്ലാം ഭാര്യയുടെ പേരിലാണ് വസ്തു എഴുതിയതുമൊക്കെ. അങ്ങനെ വീണ്ടും വിഷ്ണു നാട്ടിൽ വരികയും പോവുകയും ചെയ്തു. അച്ഛനും അമ്മയും ആ വീട്ടിൽ കൊണ്ട് താമസിച്ചു. അങ്ങനെ വളരെ സന്തോഷമായിട്ടാണ് കഴിയുന്നത്. എന്നാൽ അതിനിടയ്ക്ക് ചില കീറുകിറമ്പിലൊക്കെ ഉണ്ട്. ഈ അച്ഛനോടെയും അമ്മയോടെയും വിഷ്ണുവിൻ്റെ ഭാര്യയ്ക്ക് അത്ര നല്ല ചേർച്ചയല്ലായിരുന്നു. പലപ്പോഴും ഈ അച്ഛനെയും അമ്മയും ശകാര വാക്കുകളൊക്കെ പറയും ഒക്കെ ചെയ്യും. കാരണം അവർ പ്രായമായല്ലോ. ഇപ്പം മാധവൻ നായർക്ക് അല്ലെ ഭാനുമതിക്കും വയ്യാത്തൊരവസ്ഥയിലേക്കായി ചില രോഗങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഈ മരുമകൾക്ക് അവരോട് അവജ്ഞയാണ് പിന്നെ ഉണ്ടാകുന്നത്. തങ്ങൾ കാരണം മകന് ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകരുതെന്ന് വിചാരിച്ച് ഇവർ ആ വിഷയങ്ങളൊന്നും മകനെ അറിയിക്കാറില്ലായിരുന്നു. എന്നാൽ പലപ്പോഴും ഈ മകൻ്റെ ഭാര്യ വളരെ മോശമാകുന്ന രീതിയിൽ കൂടിയാണ് ഇവരോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് സാധാരണക്കാർക്കൊക്കെ അറിയാം. എന്നാൽ വിഷ്ണു അവധിക്ക് നാട്ടിൽ വരുമ്പോൾ അയൽവക്കത്തുള്ളവരൊക്കെയും അവരോട് പറയാറുണ്ട്. അപ്പോൾ വിഷ്ണു ഭാര്യയെ വഴക്ക് പറയും. അച്ഛനോടും അമ്മയോടും അങ്ങനെ പെരുമാറരുത്, എന്നെ വളരെ കഷ്ടപ്പെട്ടാണ് അവർ വളർത്തിയത്, അപ്പോൾ എല്ലാ അച്ഛനും അമ്മയുമാണ് എന്നുള്ളത് നിനക്ക് അറിയത്തില്ലയോ, അതുകൊണ്ട് നീ അവരോട് വളരെ മാന്യമായി പെരുമാറണം എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു പോകും. പക്ഷേ വിഷ്ണു വീണ്ടും ഗൾഫിലേക്ക് പോയി കഴിയുമ്പോൾ വീണ്ടും ഈ ഭാര്യ വളരെ മോശമാകുന്ന രീതിയിൽ കൂടിയാണ് വീണ്ടും അവരോട് പെരുമാറുന്നത്. അവരൊക്കെ സഹിച്ച്, തങ്ങൾക്ക് വേറൊരു ഗതിയില്ലല്ലോ. തന്നെയല്ല, പെൺമക്കളെ കെട്ടിച്ച് വിട്ടാൽ വീട്ടിലേക്ക് പോകാനൊക്കെ അവർ വേറൊരു വീടില്ലയോ, അത് വേറൊരു കുടുംബമില്ലയോ. അവിടെ ചെന്ന് താമസിച്ചു കഴിഞ്ഞാൽ അല്ലെ അവരുടെ ഭർത്താക്കന്മാർക്ക് അതൊരു ബുദ്ധിമുട്ടായി തീരുമല്ലോ എന്ന് വിചാരിച്ച് അവരവിടെ പോകാതെ അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയും മനസ്സിൽ അടക്കി അവർ വളരെ വേദനയോടെ അങ്ങനെ ഓരോ ദിവസവും തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഈ കൊച്ചുമക്കളെപ്പോലും ഈ അച്ഛൻ്റെ അല്ലെ വല്യച്ഛൻ്റെയും വല്യമ്മയുടെ അടുത്ത് വിടുകയോ അവരോട് സംസാരിക്കാനൊന്നും ഈ മരുമകൾ സമ്മതിക്കത്തില്ലായിരുന്നു. ഒരു ദിവസം ഈ വിഷ്ണുവിനെ ഭാര്യ വിളിച്ച് പറഞ്ഞു, ഞാനൊരു കാര്യം പറയുകയാണ്, നിങ്ങളുടെ അച്ഛനെയും അമ്മയും നിങ്ങൾ വേറൊരു വീട്ടിൽ അല്ലെ വേറൊരു വീട്ടിൽ താമസിപ്പിക്കുക, അല്ലെ നിങ്ങൾക്കൊരു നേരത്തെ ഉണ്ടായിരുന്നൊരു പഴയ വീടുണ്ടല്ലോ ആ വീട്ടിൽ പോയി താമസിക്കാൻ പറയുക. കാരണം എൻ്റെ കൂടെ എനിക്ക് വളരെ ബുദ്ധിമുട്ട്, ഞാനും എൻ്റെ പിള്ളേരും കൂടെ സുഖമായിട്ട് ഇവിടെ കഴിയുക. അവർ രണ്ടുപേരും കൂടെ ഇവിടെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഒരു സ്വസ്ഥത എൻ്റെ മക്കൾക്കോ എനിക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് ഒരു പഴയ വീട് നിങ്ങൾക്കുണ്ടല്ലോ, പണ്ടത്തെ ആ വീട്, അതിപ്പം പൊളിഞ്ഞ് കിടക്കുകയാണെങ്കിലും സാരമില്ലല്ലോ, അത് നിങ്ങൾ ഒന്ന് ശരിയാക്കിയിട്ട് അവിടെ കൊണ്ട് താമസിച്ച് എന്നൊക്കെ ഈ വിഷ്ണുവിനോട് പറയുമായിരുന്നു. വിഷ്ണു അതൊന്നും അത്ര കാര്യമാക്കിയില്ല. ഭാര്യയുടെ സ്വഭാവം വിഷ്ണുവിന് അറിയാമായിരുന്നു. തൻ്റെ അച്ഛനെയും അമ്മയും അവളെ നല്ല രീതിയിൽ കൂടെ നോക്കത്തില്ലെന്നും നല്ല രീതിയിൽ പെരുമാറത്തില്ലെന്നൊക്കെയും വിഷ്ണു അറിയാമായിരുന്നു. അപ്പം വിഷ്ണു ഒരു തീരുമാനം, ഇനി ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും എവിടെയെങ്കിലും
കൊണ്ട് നല്ല രീതിയിൽ കൂടി അവരെ താമസിപ്പിക്കണം. കാരണം ഭാര്യയുടെ അടുത്ത് താമസിച്ചാൽ അവർക്ക് സമാധാനം കിട്ടുക എന്നുള്ള കാര്യം വിഷ്ണുവിന് മനസ്സിലായി. പെട്ടെന്നാണ് ഓർക്കാപ്പുറത്ത് ഒരു വാഹനാപകടത്തിൽ വിഷ്ണു ഗൾഫിൽ കിടന്ന് മരിച്ചു പോവുകയായിരുന്നു. സംഗതി ആകപ്പാടെ വല്ലാത്ത അവസ്ഥയിലായി. വിഷ്ണുവിൻ്റെ മരണത്തോടു കൂടി ഈ അച്ഛൻ്റെയും അമ്മയുടെയും ഗതി പിന്നെയും വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുകയായിരുന്നു. വിഷ്ണു മരിച്ചതിന് ശേഷം 6 മാസം കൂടെ ആ അച്ഛനും അമ്മയും ആ വീട്ടിൽ കഴിഞ്ഞു. മരുമകളുടെ ആ സ്വഭാവം വീണ്ടും വീണ്ടും വളരെ മോശമായ ഇവരുടെ പെരുമാറ്റങ്ങളായി. കാരണം വിഷ്ണുവിൻ്റെ കാശ് മരുമകളുടെ ഇഷ്ടം പോലെ ഉണ്ട്, ബാങ്കിൽ കാശുണ്ട്. എന്നാൽ ഈ അച്ഛനും അമ്മയ്ക്കും അവൾ 5 പൈസ കൊടുക്കുകയോ അവർക്ക് ആവശ്യമാകുന്ന ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയൊന്നും അവർ ചെയ്യത്തില്ലായിരുന്നു. പലരും അവരെ പറഞ്ഞ് ഉപദേശിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിയത്. അതുകൊണ്ട് മകൻ പോയെന്ന് പറഞ്ഞാലും ആ കുറവില്ലാതെ നീ അവരെ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ പറയും, എനിക്കത് നോക്കേണ്ട കാര്യമില്ല, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും നോക്കിയാൽ മതി, അവരെ നോക്കേണ്ട കാര്യം എന്നൊക്കെ പറഞ്ഞ് പറയുന്നവരുടെ വളരെ മോശമായ കൂടെ ഈ മരുമകൾ സംസാരിക്കുമായിരുന്നു. അവസാനം ഒരു ഗതിയില്ലാതെ ആ അച്ഛനും അമ്മയും ആ വീട് വിട്ടിറങ്ങി അവളുടെ പഴയ ആ ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിലേക്ക് ചെന്നു. ഇന്ന് ഒരാശ്രയമില്ലാതെ ഇന്ന് രണ്ടുപേരും ആ വീട്ടിൽ തനിച്ച് കഴിയുകയാണ്. പ്രായമായി, ജോലി ചെയ്യാനുള്ള ആരോഗ്യമോ കഴിവോ ഒന്നുമില്ല. ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ ഒരു കാര്യം ചെയ്യണം. മാതാപിതാക്കളോട് വളരെ മാന്യമായ രീതിയിൽ പെരുമാറുകയും അവർക്ക് വേണ്ടുന്നതായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരോട് സ്നേഹമായിട്ട് പെരുമാറുകയും ചെയ്യണം. അവരൊക്കെ നമ്മളെ എത്ര സ്നേഹത്തോടെയാണ് നമ്മളോട് പെരുമാറി നമ്മളെ വളർത്തുകയും ചെയ്യും. അത് ആ ഒരു മക്കൾ പോലും മറന്നു പോകരുത്.